ടെന്നിസൺ എഴുതിയ അലൈസസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. സമ്മറിയിലേക്ക് പോകാം. അലൈസസ് ഒരു കിങ് ആണ് ആൻഡ് ഹീസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ലൈഫ് ആസ് എ കിങ്. ഒരു ഇത്തിയാക്ക എന്നുള്ള നേഷൻ ആണ് ആൻഡ് ഹി ഫൈൻസ് റൂളിംഗ് ഇത്തിയാക്ക ഡൾ ആൻഡ് മീനിങ്ലെസ്. ഡിസ്കണക്റ്റഡ് ആവുകയാണ് ഫ്രം ഹിസ് പാസീവ് സബ്ജക്ട്സ് ആൻഡ് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്. He longs for excitement of his past adventures. തൻ്റെ joy and meaning that he found in traveling, fighting wars and experiencing new cultures. ഇതെല്ലാം അദ്ദേഹം റീകോൾ ചെയ്യാണ്. അഡ്വഞ്ചർ ഹാസ് ഷേപ്ഡ് ഹിസ് ഐഡന്റിറ്റി. അദ്ദേഹം ഒരു അഡ്വഞ്ചറസ് പേഴ്സൺ ആയിരുന്നു, ബട്ട് നൗ ഒന്നുമില്ല, മീനിങ്ലെസ് ആയി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. He believes life should be lived to the fullest. Idleness-നെയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യാണ്. ബിലീവ്സ് ദാറ്റ് സിംപ്ലി എക്സിസ്റ്റിംഗ് ഇസ് നോട്ട് സെയിം ആസ് ട്രൂലി ലിവിങ്. എക്സിസ്റ്റ് ചെയ്യുന്നതും ട്രൂലി ലിവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചുമ്മാ ജീവിച്ചു പോകുന്നതും ജീവിക്കുന്ന ലൈഫിനെ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഹി വാണ്ട്സ് ടു കീപ് സീക്കിംഗ് ന്യൂ എക്സ്പീരിയൻസസ് ഡിസ്പൈറ്റ് ഹിസ് ഏജ്. വളരെ ഏജ് ആയിട്ടുള്ള ആളായിരിക്കാം പ്രോബബ്ലി. ആൻഡ് ഹി വാണ്ട്സ് ടു കീപ് സീക്കിംഗ് ന്യൂ എക്സ്പീരിയൻസസ് ഇൻ ഹിസ് ലൈഫ് ഡിസ്പൈറ്റ് ഹിസ് ഏജ്. അപ്പോൾ ഇത്തിയാക്ക എന്നുള്ളൊരു നേഷൻ റൂൾ ചെയ്യുന്നത് ഇപ്പം മീനിങ്ലെസ് ആയിട്ട് തോന്നുകയാണ്. He feels disconnected from his passive subjects and domestic duties. Alaisus reflects on aging and mortality. He knows he is old and nearing the end of his life. പക്ഷേ he believes that even old days can be meaningful if used for purpose and action. ചുമ്മാ ഇരിക്കുന്നതിനേക്കാളും പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്ഷന് വേണ്ടിയിട്ട് ലൈവ് ചെയ്യുകയാണെങ്കിൽ then even old days can be meaningful. He speaks about his son Telemachus. Telemachus is a dutiful, wise and better suited for the responsibility of kingship, or at least Alaisus believes so. Alaisus respects him but feels their natures are different. അച്ഛനും മകനും ആണെങ്കിലും their natures are different എന്ന് അലൈസസിന് തോന്നുകയാണ്. He addresses his old companions അല്ലെങ്കിൽ mariners. He calls on them to join him on one last voyage. ഒരു one last voyageന് പോകാനായിട്ട് mariners ആയ തൻ്റെ കമ്പാനിയൻസിനെ വിളിക്കുകയാണ്. He honors their past and appeals to their shared courage and spirit. He ends with a call to action. അവരുടെ ഏജിനെ അല്ലെങ്കിൽ വീക്കെൻഡ് ബോഡീസിനെ കണക്കാക്കാതെ അവർ യാത്ര തിരിക്കുകയാണ്. Their heroic spirit remains. They will continue to strive and seek, refusing to give up. തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ദ സെർച്ച് ഫോർ മീനിങ്. അലൈസസിന് ഒരു ഫുൾഫിൽമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല in his routine life and seeks deeper purpose through exploration. തൻ്റെ റെഗുലർ റൊട്ടീൻ ഫുൾ ലൈഫിൽ ഒരു മീനിങ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഫുൾഫിൽമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. He seeks deeper purpose through exploration. എക്സ്പ്ലോറേഷനിലേക്ക് തൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. Aging and mortality. Poem deals with the challenges of old age and desire to remain active and purposeful. ഏജ് എത്ര ആയാലും വീക്കെൻഡ് ബോഡീസ് ആയാൽ പോലും ഡിസയർ ടു റിമെയിൻ ആക്റ്റീവ് ആൻഡ് പർപ്പസ്ഫുൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എല്ലാവരുടെ ലൈഫിലും. ഹീറോയിസം ആൻഡ് ലെഗസി. അലൈസസിന് ലൈഫ് എൻഡ് ആകുന്നത് അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്നത് ഹീറോയിക്കലായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ആസ് ഹി ലീവ്ഡ് ഇറ്റ്, നോട്ട് ഇൻ ക്വയറ്റ് റിട്ടയർമെൻറ്റ്. പ്രായം ഒരു ബാരിയർ ആയിട്ട് കണ്ടുകൊണ്ട് ഒരു യൂഷ്വൽ മരണം ആഗ്രഹിക്കുന്നില്ല. ഹി വാണ്ട്സ് ടു എൻഡ് ഹിസ് ലൈഫ് ഹീറോയിക്കലി. എങ്ങനെയാണ് നേരത്തെ അതുപോലെ തന്നെ ഇപ്പോഴും ഹീറോയിക് ആയിട്ട് മരിക്കണം എന്നാണ് അലൈസസ് ആഗ്രഹിക്കുന്നത്. ഇൻഡിവിജ്വലിസം വേഴ്സസ് ഡ്യൂട്ടി. അലൈസസ് കോൺട്രാസ്റ്റ് ഹിസ് ഓൺ അഡ്വഞ്ചേഴ്സ് വിത്ത് ഹിസ് സൺസ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓർഡർ. അപ്പം അലൈസസിന് തൻ്റെ മകനായ ടെലിമാക്കസിനോട് വളരെ സ്നേഹമുണ്ട്. ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓർഡറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് അലൈസസ്. അപ്പം തൻ്റെ അഡ്വഞ്ചറസ് സ്പിരിറ്റിനെ തൻ്റെ മകൻ്റെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓർഡറിലേക്ക് കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. The human spirit and perseverance. Poem celebrate ചെയ്യാണ് the human will to keep striving regardless of limitation. എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായാലും ഒബ്സ്റ്റക്കിൾസ് ബാരിയേഴ്സ് ഉണ്ടായാലും അതിനെയൊക്കെ താണ്ടിക്കൊണ്ട് സ്ട്രൈവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിക്കാനായിട്ട് ഉള്ള ഒരു വില്ലിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നറേറ്റീവ് സ്റ്റൈൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രമാറ്റിക് മോണോലോഗ്. അലൈസസ് speaks the entire poem, revealing his thoughts, feelings and motivations directly to the audience. സ്പീക്ക് ചെയ്യാണ് ഡയറക്ട്ലി ടു ദ ഓഡിയൻസ്. എന്താണ് കൺവേ ചെയ്യുന്നത്? റിവീലിംഗ് ഹിസ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് മോട്ടിവേഷൻസ്. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. അലൈസസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണ്, മേക്കിംഗ് ഇറ്റ് പേഴ്സണൽ ആൻഡ് റിഫ്ലക്റ്റീവ്. പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുമ്പോൾ, ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുമ്പോൾ പേഴ്സണലും റിഫ്ലക്റ്റീവും ആയിട്ട് മാറുകയാണ്. ഒരു ഇമ്പോർട്ടൻസ് അല്ല, ഒരു
റെലവൻസ് കിട്ടുകയാണ് അവിടെ. റിഫ്ലക്റ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ ടോൺ, പോയം ഡീപ് തീംസ് അബൌട്ട് ലൈഫ്, ഡെത്ത് ആൻഡ് പർപ്പസ് ആൻഡ് ഐഡന്റിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീപ്പ് എക്സ്പ്ലോറേഷൻ നടത്തുകയാണ്. എന്തൊക്കെയാണ്? ലൈഫ്, ഡെത്ത്, പർപ്പസ് ആൻഡ് ഐഡന്റിറ്റി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ ലൈഫിൽ. ബ്ലാങ്ക് വേഴ്സ്, അൺറൈംഡ് അയാംബിക് പെൻഡാമെറ്റർ, ഒരു അൺറൈംഡ് ലൈൻസിലാണ് എഴുതിയിരിക്കുന്നത് വിത്ത് സ്റ്റഡി റിതം ഗിവിംഗ് ഇറ്റ് എ നാച്ചുറൽ ഫ്ലോയിങ് ഫീൽ. എലിവേറ്റഡ് ലാംഗ്വേജ്, റിച്ച് ക്ലാസിക്കൽ ഇമേജറിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫോർമൽ ഡിക്ഷൻ ടു മാച്ച് അലൈസസ് നോബൽ